Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി സെക്കൻഡ് ചാപ്റ്റർ ആണ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. പാർട്ട് 1 ആണ്. നമ്മളിതിൽ കവർ ചെയ്യുന്നത് എല്ലാ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നോക്കാം. നമുക്ക് GAAP അല്ലെങ്കിൽ ഗ്യാപ്പ് എന്നാണ് നമ്മളിതിനെ പറയുക. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഒരു കാര്യം ചെയ്യാൻ പല രീതികളും ഉണ്ടാകും അല്ലേ, പക്ഷെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയിലോ, അതായത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു എസംഷനോ, നമ്മൾ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളോ, അതുപോലെ തന്നെ ഒരു പൊതുവായ ധാരണ ഉണ്ടാവുമല്ലേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു 10% ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു 90% ഫോളോ ചെയ്യുന്നത് അങ്ങനത്തെ പൊതുവായ സമ്പ്രദായങ്ങളെയും അവിടെ നിലനിന്ന് പോകുന്ന ആശയങ്ങളെയുമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, അത് ചിലപ്പോൾ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിനെയും ഉദ്ദേശിച്ചിട്ടാവാം. അപ്പോൾ ഗ്യാപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഗ്യാപ്പ് റിഫേഴ്സ് ടു ദ റൂൾസ് ഓഫ് ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ വരുന്ന എക്സ്ചേഞ്ചുകളെ, അതായത് പർച്ചേസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അസറ്റ്സ് വാങ്ങുന്നതായിക്കോട്ടെ, സാലറി കൊടുക്കുന്നതായിക്കോട്ടെ, ഏത് ആക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ആക്ഷനൊക്കെ ഗവേൺ ചെയ്യുന്ന, അതിനെയൊക്കെ റൂൾ ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുക. അത് എന്തിനാണ് നമ്മളൊരു പ്രിൻസിപ്പളിൻ്റെ ബേസിസിൽ ചെയ്യുന്നത്? അത് യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് അല്ലേ. ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒരേ രീതിയിൽ റെക്കോർഡ് ചെയ്യണം, രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ഒരേ രീതിയിൽ റെക്കോർഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇയർ എൻഡിങ് ആകുമ്പോൾ അതിനൊരു ഫൈനൽ പ്രസൻറ്റേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്കത് യൂണിഫോമായ രീതിയിൽ, ശരിയായ രീതിയിൽ നമ്മൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേഷനറി മേടിച്ചു, ഓഫീസിലേക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി മേടിച്ചു. അപ്പോൾ ഈ മാസം നിങ്ങളത് ഓഫീസ് എക്സ്പെൻസസിൽ എഴുതി, അടുത്ത മാസം നിങ്ങളത് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് വേറൊരു ഹെഡ് ഉണ്ടാക്കി സ്റ്റേഷനറിയിൽ എഴുതി. നെക്സ്റ്റ് മാസം മേടിക്കുമ്പോൾ നിങ്ങളത് ഓഫീസ് എക്യുപ്മെൻറ്റ്സിൽ എഴുതി. അപ്പോൾ ഓരോ മാസവും നിങ്ങൾ എടുക്കുന്ന ഹെഡ് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ ഹെഡും സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഗ്യാപ്പിൽ എന്താ പറയുന്നത്? ഗ്യാപ്പിൽ പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് മന്ത് നിങ്ങൾ ഓഫീസ് എക്സ്പെൻസിലാണോ കൊടുക്കുന്നത്, സെക്കൻഡ് മന്തിലും നിങ്ങൾ അതിൽ തന്നെ കൊടുക്കും, തേർഡ് മന്തിലും ആ ഹെഡിൽ തന്നെ കൊടുക്കണം. എന്നാലാണ് ഫൈനൽ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്കത് ഉപയോഗം ഉണ്ടാവുള്ളൂ എന്നാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന കോൺസെപ്റ്റ്സ് എന്താ, കൺവെൻഷൻസ് എന്താണെന്നാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് രണ്ടായിട്ട് പറയാം. കോൺസെപ്റ്റ്സും ഉണ്ട്, കൺവെൻഷൻസും ഉണ്ട്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊതുവായ ധാരണ. പല കാര്യങ്ങൾ ചെയ്യാനും ഒരു പൊതുവായ ധാരണ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുക. കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പ്രദായം. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു രീതി, ആ ഒരു സമ്പ്രദായത്തിനെയാണ് നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയുക. ബേസിക്കലി കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ദ ടേം കോൺസെപ്റ്റ് റിഫേഴ്സ് ടു ദ നെസസറി അസംപ്ഷൻസ് ആൻഡ് ഐഡിയാസ് വിച്ച് ആർ fundamental to accounting practice, and the term convention connotes customs and tradition as a guide to the preparation of accounting statements. കോൺസെപ്റ്റ്സിൽ പറയുന്നത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, അതായത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഐഡിയാസ് ആണ്. ബേസിക് ഐഡിയാസിന് അല്ലെങ്കിൽ ബേസിക് അസംപ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൺസെപ്റ്റ് എന്ന് പറയുക. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ കണ്ടിന്യൂ ചെയ്തു പോന്നിരിക്കുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ ട്രഡീഷനെയാണ് നമ്മൾ കൺവെൻഷൻ എന്ന് പറയാം. ഓക്കെ, ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ സമ്പ്രദായമാണ്. In practice, the same rules or guidelines have been described by one author as a concept and by another as a postulate and still by another as a convention. This at times become confusing. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഓതേഴ്സിനനുസരിച്ചിരിക്കും. ഒരാളത് കോൺസെപ്റ്റ് ആണെന്ന് പറയും, മറ്റേ ആളത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ ആണെന്ന് പറയും, മൂന്നാമത്തെ ആൾ ചിലപ്പോൾ പറയും അതേ കാര്യം ഒരു കൺവെൻഷൻ ആണെന്ന് പറയും. അതായത് കോൺസെപ്റ്റും കൺവെൻഷനും ഒക്കെ നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്താ? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഐഡിയാസോ അസംപ്ഷൻസോ ആണ്. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തിരുന്ന കസ്റ്റംസിനെയാണ് നമ്മൾ കൺവെൻഷൻ എന്ന് പറയാം.
നെക്സ്റ്റ് വരുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. The basic accounting concepts are referred to as the fundamental ideas or basic assumption underlying the theory and practice of financial accounting and are broad working rules for all accounting activities and developed by the accounting profession. കോൺസെപ്റ്റ്സിൽ വരുന്നത് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് ഐഡിയാസ് ആണ്. അതിൻ്റെ മുകളിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ തിയറിയും അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റിയും ബേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കോൺസെപ്റ്റ്സിലാണ്. ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും ഗവേൺ ചെയ്യുന്നത് ഇങ്ങനത്തെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഇനിയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വരുന്നത്. ഇതിലെല്ലാതും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡബിൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റ്സും. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താ ഇതിൽ പറയുന്നത്? ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഡിഫറെൻ്റ് അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്ന ആൾ അതിൻ്റെ ഓണറാണ് നമ്മൾ പറയും. നമ്മൾ നോക്കുമ്പോൾ എന്താ, ഓണറിൻ്റെ ആണ് ആ കമ്പനി, രണ്ടും ഒന്നാണ്. പക്ഷേ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ, ഓണറും അതായത് കമ്പനിയിലേക്ക് പൈസ കൊണ്ടുവരുന്ന ഓണറും അതുപോലെ തന്നെ കമ്പനി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ഈച്ച് ഓഫ് ദം ആർ ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ existence. The owner is always different from the company. Okay, അപ്പോൾ ഓണർ തന്നെയല്ല കമ്പനി, ഓണർ വേറെയാണ്, കമ്പനി വേറെയാണ്. ക്യാപിറ്റൽ ട്രീറ്റഡ് ആസ് ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനി. ആ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അക്കൗണ്ടിങ് ടേംസിൽ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലയബിലിറ്റിയാണ്, കമ്പനിയുടെ ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. വിഡ്രോവൽസ് ബൈ ഓണർ ഫ്രം ദ കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഓണർ എന്തെങ്കിലും പൈസ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയാം. ഓക്കെ, ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഓണർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി കമ്പനി പ്രോപ്പർട്ടി. ഓണറുടെ സ്വത്തും കമ്പനിയുടെ സ്വത്തും രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നില്ല. ദ പേഴ്സണൽ ക്യാഷ് ഫ്ലോസ് ഓഫ് ഓണർ നോട്ട് റെക്കോർഡഡ് അൺലെസ് ഇറ്റ് ഇൻവോൾവ്സ് ബിസിനസ് ഫണ്ട്സ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ആ ഓണറുടെ എന്തെങ്കിലും പേഴ്സണൽ രീതിയിലുള്ള ക്യാഷ് ഫ്ലോ ആണ്, അയാൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലാണ് ആ ക്യാഷ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും നമ്മളത് കമ്പനിയുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. അത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് എന്തെങ്കിലും ക്യാഷ് ഇൻഫ്ലോ, കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് കമ്പനിയുടെ ഉള്ളിലേക്ക് വരികയോ കമ്പനിയുടെ ഉള്ളിൽ നിന്നും ആ പൈസ പോകുന്നുണ്ടോ എന്നെങ്കിൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അത് റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഇത്രേ പറയുന്നുള്ളൂ, കമ്പനിയുടെ ഓണറും കമ്പനിയും ഡിഫറെൻ്റ് ആണ്. കമ്പനിയിലേക്ക് എന്തെങ്കിലും പൈസ ഓണർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലാണ്. ഇഫ് ഹീ ഈസ് വിഡ്രോയിങ് എനി മണി ഫ്രം ദി ബിസിനസ് ഇറ്റ് വിൽ ബി ഷോൺ ആസ് ഡ്രോയിങ്സ്. പിന്നെ എന്താ പറഞ്ഞത്, പ്രോപ്പർട്ടീസ് ഓഫ് ദി ഓണർ, ഓണറിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതും കമ്പനിയുടെ പ്രോപ്പർട്ടിയും രണ്ടും രണ്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞു പേഴ്സണൽ ക്യാഷ് ഇൻഫ്ലോ, പേഴ്സണൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണെങ്കിൽ ഒരിക്കലും കമ്പനിയുടെ ബുക്സിൽ വരില്ല. നെക്സ്റ്റ് പറയുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ലെസണിൽ ഇതൊക്കെ പറഞ്ഞതാണ്. മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൈസയിൽ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു ട്രാൻസാക്ഷൻ, ഒരു ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അത് പൈസയുടെ ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റിയതായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് മണി ഫോർ റെക്കോർഡിംഗ്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ്. റെക്കോർഡ്സ് ഓഫ് ദി ട്രാൻസാക്ഷൻ ആർ ടു ബി കെപ്റ്റ് നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ്സ് ബട്ട് ഇൻ ദ മോണിറ്ററി യൂണിറ്റ്. എന്താ പറയുന്നത്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് നമുക്ക് പൈസയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടൻസിയിൽ വരുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് 5000 സ്റ്റാഫ് ഉണ്ട്. ആ 5000 സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അത് വാല്യുബിൾ ആണ് അല്ലേ. പക്ഷെ 5000 സ്റ്റാഫിൻ്റെ മോണിറ്ററി വാല്യൂ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പൈസയിലൊരു മൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് നമുക്കൊരു 10,000 യൂണിറ്റ് കാർ ഉണ്ട്. നമ്മൾ കാർ മാനുഫാക്ചറിങ് കമ്പനി
കമ്പനിയാണ്, നമ്മുടെ കയ്യിൽ 10,000 യൂണിറ്റ്സ് ഓഫ് കാർ ഉണ്ട്, അത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? 10,000 യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 10,000 യൂണിറ്റ്സിനെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മോണിറ്ററി വാല്യൂ. ആ 10,000 ഇൻറ്റു, അപ്പോൾ ഒരു കാറിന് 7 lakh ആണെങ്കിൽ 10,000 ഇൻറ്റു 7 lakh, എന്നിട്ട് എത്രയാണോ അതിൻ്റെ വാല്യൂ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അതിൻ്റെ ഫിസിക്കൽ യൂണിറ്റ്സ്, അതിൻ്റെ എണ്ണമല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് വരുന്ന മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. The money measurement assumption is not free from limitation. Due to the change in prices, the value of money does not remain the same over a period of time. The value of rupee today on account of rise in prices is much less than what it was before. Due to this, the true value is not reflected in the books of accounts. എന്താ പറയുന്നത്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. നമ്മുടെ പൈസയുടെ മൂല്യം എന്ന് പറയുന്നത് ഇന്നുള്ളതായിരിക്കില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പൈസയുടെ മൂല്യം അല്ലേ, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇപ്പോൾ സ്റ്റോക്കാണ് നമ്മുടെ കമ്പനിയുടെ എങ്കിൽ ജാനുവരിയിലുള്ള സ്റ്റോക്കിൻ്റെ വില 10,000 രൂപയാണെന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ അത് ഡിസംബർ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അതിൻ്റെ ട്രൂ വാല്യൂ, ശരിക്കുമുള്ള മൂല്യം നമുക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ഗോൾഡിൻ്റെ കേസ് എടുക്കാം. ഗോൾഡിൻ്റെ സ്റ്റോക്ക് അവർ ചിലപ്പോൾ മേടിച്ച് വെച്ചിട്ടുള്ളത് ജാനുവരിയിലായിരിക്കും. ജാനുവരിയിൽ ഒരു പവൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 20,000 രൂപയാകും. പക്ഷേ ഡിസംബർ ആകുമ്പോഴേക്കും എന്താണ്, അതേ സ്വർണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ചിലപ്പോൾ 40,000 ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര വേരിയേഷൻ വന്നു? 20,000ൻ്റെ വേരിയേഷൻ വന്നു. അത് അവരുടെ ബുക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ? ഇല്ല, റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി കുറേ കാലത്തേക്ക് ഇങ്ങനെ നിലനിന്ന് പോകുമെന്നുള്ളൊരു ആശയത്തിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, the concept of going concern assume that a business firm would continue to carry out its operations indefinitely, that is fairly a long period of time, and would not be liquidated in foreseeable future. This is an important assumption of accounting as it provides the very basis for showing the value of assets in balance sheet. Only that part of asset which has been consumed or used during a period should be charged to the revenue of that period. Going concern കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്? നമ്മുടെ കമ്പനി കുറേ കാലത്തേക്ക് ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതായത് അത് ഇപ്പം അടുത്തൊന്നും ലിക്വിഡേറ്റ് ചെയ്യില്ല. ലിക്വിഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല അല്ലേ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? നമ്മൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ആസ്തി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോഴാണ്. ബാലൻസ് ഷീറ്റ് എന്താണ്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ആസ്തിയും അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റിയും എത്രയാണെന്ന് നമ്മൾ എല്ലാ വർഷത്തിൻ്റെയും അവസാനം ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോഴാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു മെഷീനറി മേടിച്ചു. മെഷീനറി നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ട് മേടിച്ചതാവും. ആ മെഷീൻ മേടിച്ചിട്ടുള്ളത് 50,000 രൂപയ്ക്കാണ്. നമ്മളത് മേടിച്ച ഇയർ 2020 വിചാരിക്കാം. 2020 നമ്മൾ ആ മെഷീനറി മേടിച്ചത്. ആ 50,000 രൂപയുടെ മെഷീനറി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് 1ാമത്തെ വർഷം യൂസ് ചെയ്യുന്നുണ്ടാവും, 2ാമത്തെ വർഷം യൂസ് ചെയ്യുന്നുണ്ടാവും, 3ാമത്തെ വർഷം യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അങ്ങനെ കുറേ ഇയേഴ്സിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ മെഷീനറിക്ക് തേയ്മാനങ്ങൾ സംഭവിക്കുമല്ലോ, വിയർ ആൻഡ് ടയർ സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡെപ്രീസിയേഷൻ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ കൊല്ലം നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഡെപ്രീസിയേഷനായിട്ട് അതിൻ്റെ മൂല്യം കുറയുന്നത് നമ്മൾ ചാർജ് ചെയ്യുന്നത് 10,000 രൂപയായിരിക്കും. 2ാമത്തെ വർഷം ചാർജ് ചെയ്യുന്നത് 10,000 രൂപയായിരിക്കും. 3ാമത്തെ വർഷം ചാർജ് ചെയ്യുന്നത് 10,000 രൂപയായിരിക്കും. പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അല്ലാണ്ട് ഈ 50,000 രൂപയ്ക്ക് മെഷീൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മൊത്തം ഡെപ്രീസിയേഷൻ നമുക്ക് ഒരേ കൊല്ലം ചാർജ് ചെയ്യാൻ പറ്റുമോ? 50,000 50,000 നമ്മൾ ആ വർഷം തന്നെ യൂസ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ കുറേ വർഷമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ടാണ് ആ മെഷീനറിയുടെ തേയ്മാനങ്ങൾ നമ്മൾ അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? കമ്പനി കുറേ വർഷത്തേക്ക് ഇതുപോലെ തന്നെ നിലനിന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നമ്മൾ ഒരു അസറ്റിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ അസറ്റിന് എത്ര നമ്മൾ ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ എന്താ ചെയ്യുക? ഒരു മെഷീനറി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് ഓരോ വർഷവും അതിൽ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് നമ്മൾ ആ വസ്തുവിൻ്റെ തേയ്മാനം നമ്മൾ ഓരോ വർഷത്തിലേക്കും ചാർജ് ചെയ്യുക. അല്ലാണ്ട് 50,000 രൂപയ്ക്ക് ഇന്നൊരു മെഷീൻ മേടിച്ചാൽ ഈ വർഷം തന്നെ ആ 50,000 രൂപയും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യില്ല. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് എന്താണ്? നമ്മളുടെ നോർമലി ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 1st April to 31st March ആണ്. ഇപ്പോൾ 2020 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1st April 2020 to 31st March 2021 അതാണ് ജനറലി നമ്മുടെ ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുക. കലണ്ടർ ഇയർ എന്താ? 1st January to December 31st അങ്ങനെയാണ് നമ്മുടെ കലണ്ടർ ഇയർ എടുക്കുക. ഇന്ത്യയിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എടുക്കുന്നത് 1st of April to നെക്സ്റ്റ് ഇയർ 31st March വരെയാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് എന്താണെന്ന് വായിച്ചു നോക്കാം. ഇറ്റ് റിഫേഴ്സ് ടു ദി സ്പാൻ ഓഫ് ടൈം അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എന്റർപ്രൈസ് ആർ പ്രിപ്പയർഡ് ടു നോ വെദർ ഇറ്റ് ഹാസ് ഏൺ പ്രോഫിറ്റ് ഓർ ഇൻകേർഡ് ലോസസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലെ അവസാനത്തിലാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് ഈ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്നും ഇൻഫോർമേഷൻ വേണ്ട ആൾക്കാരുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ചു. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, ബാങ്ക്സ് ഉണ്ടാവാം, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ സമയാസമയങ്ങളിൽ എന്താണ് കമ്പനിയുടെ പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലായിരിക്കും. അത് ടൈംലി ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പീരീഡിനെ പറയുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ദ കോസ്റ്റ് കോൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ പർച്ചേസ് പ്രൈസ് വിച്ച് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ ആൻഡ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ്സ് മേടിച്ചത് എത്ര വിലയിലാണോ ആ വിലയിൽ തന്നെയാണ് നമ്മളത് ബുക്സിൽ കാണിക്കുക. ഇപ്പോൾ 20,000 രൂപയ്ക്ക് നമ്മളൊരു മെഷീനറി മേടിച്ചു. ഓക്കെ, അപ്പോൾ ആ 20,000 രൂപ കാണിക്കും, അതിൻ്റെ കൂടെ എന്തും കാണിക്കും. അത് നമ്മൾക്ക് നമ്മുടെ വർക്ക് സൈറ്റിലേക്ക്, നമ്മളുടെ കമ്പനിയിലേക്ക് എത്തിക്കാൻ വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ ആ മെഷീനറിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റലേഷൻ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു AC മേടിക്കുകയാണെങ്കിൽ എന്താ, ഒരു AC മെക്കാനിക്ക് വന്ന് നമ്മുടെ കമ്പനിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും അല്ലേ? ഏത് റൂമിലാണോ വെക്കേണ്ടത് അവിടെ വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജസ്, ആ മെഷീനറി നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് വരുന്നോ ആ പൈസയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ബുക്സിൽ കാണിക്കുക, ആ മെഷീനറിയുടെ കോസ്റ്റിൽ കാണിക്കുക. ഓക്കെ, അത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ് ആൻഡ് ഡസൻ ചേഞ്ച് ഇയർ ആഫ്റ്റർ ഇയർ. നമ്മൾ മേടിച്ച ആ പൈസ, ആ സമയത്ത് അതിന് വേണ്ടി വന്ന എല്ലാ പൈസയും കൂടിയിട്ടാണ് നമ്മൾ ആ മെഷീനറിയുടെ കോസ്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അത് അതിന് ഓരോ വർഷവും അതിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല. brings objectivity in recording as the value can be easily verified from purchase documents. ഇതിൽ ഒരു ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരും. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ AC-യുടെ പൈസ ഇത്ര തന്നെയാണോ എന്ന് നമുക്കതിൻ്റെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? അപ്പോൾ നമുക്ക് എപ്പോഴും ക്രോസ് ചെക്കിങ്ങിന് എളുപ്പമായിരിക്കും ഈ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി അതിന് ലിമിറ്റേഷൻ വരുന്നുണ്ട്. ലിമിറ്റേഷൻ 2 എണ്ണം പറയുന്നുണ്ട്. എന്താണ്? ഈ നമ്മൾ മേടിച്ചിരിക്കുന്ന മെഷീനറീസിൻ്റെ ഒക്കെ വില മാറിക്കൊണ്ടേ ഇരിക്കില്ലേ? നമ്മളിപ്പോൾ ഈ വർഷം മേടിച്ച അതേ വില ആയിരിക്കില്ല ചിലപ്പോൾ 2021 മേടിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ബുക്സിൽ അതിൻ്റെ ശരിയായ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ,
അതാണ് പറയുന്നത് the value of asset may change from time to time, making comparison between one period to another rather difficult. It may lead to hidden profits എന്ന് പറയുന്നുണ്ട് സെക്കൻഡ് പോയിന്റിൽ. നമ്മളെപ്പോഴും കാണിക്കുന്നത് എന്താ, കോസ്റ്റ് ബേസിസിലാണ്. ഞാനിപ്പോൾ ഗോൾഡിൻ്റെ കേസിൽ പറഞ്ഞു അല്ലേ, 20,000 അവർ ജാനുവരിയിൽ മേടിച്ചിട്ടുണ്ടാവും, പക്ഷേ അടുത്ത വർഷം ജാനുവരി ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് 40,000 ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ബുക്കിൽ എത്രയേ കാണിക്കുള്ളൂ, 20,000 രൂപയെ കാണിക്കുള്ളൂ. ഹിഡൻ പ്രോഫിറ്റ്സ് ഒരു അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവാം. നമ്മൾ ഈ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മേ ലെഡ് ടു ഹിഡൻ പ്രോഫിറ്റ്സ്, ഒളിച്ചിരിക്കുന്ന ലാഭങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് റൈസിംഗ് പ്രൈസസ് ദ മാർക്കറ്റ് വാല്യൂ ഓർ ദ കോസ്റ്റ് അറ്റ് വിച്ച് ദ അസറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആർ ഹയർ ദാൻ ദ വാല്യൂ അറ്റ് വിച്ച് ദീസ് ആർ ഷോൺ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ലീഡിങ് ടു ഹിഡൻ പ്രോഫിറ്റ്സ്. നമ്മൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ആ സാധനം മേടിക്കണമെങ്കിൽ 20,000 പകരം 40,000 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ 40,000 രൂപയ്ക്ക് ആ സാധനം മേടിച്ചിട്ടാണ് നമ്മൾ ആ കമ്പനിയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉണ്ടാവുന്നത്, നമ്മൾ പണ്ടേ മേടിച്ചു വെച്ച സാധനമാണ്, പക്ഷെ നമ്മൾ പറയുകയാണ് നമ്മൾ ഈ വർഷമേ അത് മേടിച്ചു വെച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ 20,000 രൂപ ഹിഡൻ പ്രോഫിറ്റ് ആയിട്ട് ആ ജ്വല്ലറിയുടെ ഉടമ ഉണ്ടാക്കുന്നുണ്ടാവാം. നെക്സ്റ്റ് പറയുന്ന ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഓർ ടു ഫോൾഡ് ഇഫക്റ്റ് ആൻഡ് ദർ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ 2 places. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്, അതായത് 2 രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വീട് മേടിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് വീട് കിട്ടുന്നുണ്ട്, നിങ്ങൾ ആ വീടിന് വേണ്ടിയിട്ടുള്ള പൈസ അല്ലേ 10 lakh ആണെങ്കിൽ 10 lakh നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, വീട് നമ്മുടെ കയ്യിലേക്ക് വരുന്നുമുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ വീട് മേടിച്ചു, പർച്ചേസ്ഡ് ഹോം എന്ന് മാത്രമേ പറയുള്ളൂ, പക്ഷേ അതിൽ 2 ആസ്പെക്റ്റ് വരുന്നില്ലേ, വീട് വരുന്നതുമുണ്ട്, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതുമുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുക. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളത് 2 അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മുടെ കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. In other words, the equation states that the assets of the business are always equal to the claims of owners and outsiders. The twofold effect of each transaction affects in such a manner that the equality of both sides of equation is maintained. ഇപ്പം ഞാൻ വീട് മേടിക്കുന്ന കാര്യം പറഞ്ഞു, 10 ലക്ഷത്തിനാണ് വീട് മേടിച്ചെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്ര രൂപയുടെ അസറ്റ് എത്തി, എത്ര രൂപയുടെ വീട് എത്തിയത്, 10 ലക്ഷത്തിൻ്റെ അല്ലേ. ഇപ്പം ഹോം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര എഴുതാം, 10 ലക്ഷം എന്ന് എഴുതാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എത്ര പോയി, ക്യാഷ് ആയിട്ട് 10 lakh പോയി. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ 10 lakh ആയി. അപ്പോൾ 2 അക്കൗണ്ടിലും എന്താണ്, ഈക്വാലിറ്റി ഉണ്ട് അല്ലേ. 10 lakh ഈസ് ഈക്വൽ ടു 10 lakh എന്ന് പറയുന്നൊരു ഈക്വാലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ് ആണ്. റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ വർഷം ഒരു പണി ചെയ്തു, അതിൻ്റെ പൈസ അടുത്ത വർഷമാണ് കിട്ടുക, അങ്ങനെയും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷം കിട്ടും ആ പൈസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വർഷമേ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Revenue is a gross inflow of cash arising from the sale of goods and services by an enterprise and used by others of the enterprise resources, yielding interest, royalties and dividends. Secondly, the revenue is assumed to be realized when a legal right to receive it arises, that is the point of time when goods have been sold or the services have been rendered. Thus, credit sales are treated as revenue on the day sales are made and not when money is received from the buyer. അപ്പോൾ റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ, റവന്യൂ നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴാണ് റെക്കോർഡ് ചെയ്യുക, അല്ലാണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മുമ്പേ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു കമ്പനി പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, അതിൻ്റെ പ്രോഡക്ട്സ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കും, നോർമലി ആ കമ്പനിയുടെ സെയിൽസ്.
അല്ലേ? അതിൻ്റെ എന്താണോ പ്രോഡക്റ്റ്, ഇപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, കേക്ക്സ് ആണെങ്കിൽ കേക്ക്സ്, അത് വിറ്റിട്ട് ആ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും. അതല്ലാതെ ഇങ്ങനെയുള്ള കമ്പനീസ് മറ്റുള്ള കമ്പനീസിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് എന്ത് കിട്ടും? ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വർഷാവർഷം ഡിവിഡൻഡ് കിട്ടും, അല്ലേ? പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സ് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ റോയൽറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതിനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള ക്യാഷൊക്കെ നമുക്ക് റവന്യൂ, കമ്പനിയുടെ റവന്യൂ എന്ന രീതിയിൽ, കമ്പനിയുടെ ഒരു ഇൻകം എന്ന രീതിയിൽ നമ്മൾക്ക് കാണിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? സെക്കൻഡ്ലി, റവന്യൂ ഈസ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ്. അല്ലേ? നമ്മൾക്കൊരു ലീഗൽ റൈറ്റ് വരികയാണ്. ഇവിടെ എന്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൈസയും നമുക്ക് അപ്പം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ 1,00,000 രൂപയ്ക്ക് നമ്മൾ സെയിൽസ് നടത്തി നമുക്ക് കിട്ടിയത് 60,000 രൂപയാണ്. പക്ഷെ 40,000 രൂപ നമ്മൾക്ക് കിട്ടാനുള്ളൊരു ലീഗൽ റൈറ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് എന്നാണോ നടന്നത് ആ ദിവസം തന്നെ റെക്കോർഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് ഇൻകേർഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ് ഇൻവോൾവ്സ് ഡിഡക്ഷൻ ഓഫ് റിലേറ്റഡ് എക്സ്പെൻസസ് ഫ്രം ദ റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. The matching concept emphasizes exactly on this aspect. It states that expenses incurred in the accounting period should be matched with the revenues of that period. It follows from this that the revenue and expenses incurred to earn the revenues must belong to the same accounting period. എന്താ പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റിൽ? നമ്മൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ലോസ് എത്രയാണ്, ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണെന്ന് കണക്ക് കൂട്ടുമ്പോൾ ആ വർഷം നമ്മൾ ആ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അതേ വർഷത്തിൽ ആ കമ്പനിക്ക് എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അത് മുഴുവൻ ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്തിട്ടുണ്ടാവണം, അല്ലേ? അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയാം? മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ടോട്ടൽ 2,00,000 രൂപ സെയിൽസ് ഉണ്ടായി ഈ വർഷം എന്ന് പറഞ്ഞു. ആ 2,00,000 രൂപ സെയിൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസ് വന്നു? നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ച എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ലേബറേഴ്സിന് ശമ്പളം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. വാട്ട് എവർ എക്സ്പെൻസസ് യു ഹാവ് ഇൻകേർഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ ദാറ്റ് ഹാസ് ടു ബി ചാർജ് ഇൻ ടു ദ പ്രോഫിറ്റ് ഓർ ദി റവന്യൂ റിയലൈസ്ഡ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്ട്ലി എത്ര പ്രോഫിറ്റാണ് അല്ലെങ്കിൽ എത്ര നഷ്ടമാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. ഇത് ഫുൾ ഡിസ്ക്ലോഷറിൽ എന്താ വരുന്നത്? ഓൾ മെറ്റീരിയൽ ആൻഡ് റെലവൻറ്റ് ഫാക്ട്സ് കൺസേണിങ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ് മസ്റ്റ് ബി ഫുള്ളി ആൻഡ് completely disclosed in the financial statements and the accompanying footnotes. എന്തിനാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആ കമ്പനിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കാൻ പാടില്ല, അല്ലേ? ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ ഫുട്നോട്ടായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഷെയർ ഹോൾഡേഴ്സും അതുപോലെ തന്നെ ബാങ്ക്സും ഒക്കെ നമ്മുടെ കമ്പനീനെ വിലയിരുത്തുക. നമ്മൾ പ്രോഫിറ്റ് കൂട്ടി കാണിച്ചാൽ എന്താ ഉണ്ടാവുക? ശരിക്കും കമ്പനിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പുറമെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിലും ഫുൾ ഡിസ്ക്ലോഷർ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കൺസിസ്റ്റൻസിയിൽ പറയുന്നത് എന്താ? എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ 2020 ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരമാണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. 2021 നമ്മൾ ഈ കോൺസെപ്റ്റ് വേണ്ട, വേറെ ഒന്ന് മതി എന്ന് പറയാണ്. ഇതിൽ പറയുന്നത് എന്താ? നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ വർഷം കൂടുമ്പോൾ, ഇപ്പം ഈ വർഷം 1,00,000 പ്രോഫിറ്റ് കിട്ടി, അടുത്ത വർഷം 2,00,000 പ്രോഫിറ്റ് കിട്ടി, അത് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓരോ വർഷം നമ്മൾ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇങ്ങനെ കമ്പാരിസൺ നമ്മൾക്ക് നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്നാണ് ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്.
Interfirm and interperiod comparisons are required to be made. This can be possible only when accounting policies and practices followed by the enterprises are uniform and are consistent over the period of time. ഇപ്പോൾ കൺസിസ്റ്റൻസിയിൽ പറയുന്നത് എന്താ, നമ്മളിപ്പോൾ 2020 ഏത് കോൺസെപ്റ്റ് പ്രകാരമാണോ ഇപ്പോൾ ടാലിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ടാലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയാം, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് 2020 ടാലിയാണ്. അപ്പോൾ 2021 ആകുമ്പോഴേക്കും നിങ്ങൾ, അല്ലെങ്കിൽ 2020 തന്നെ കുറച്ച് നിങ്ങൾ ടാലിയിൽ ചെയ്തു, പിന്നെ കുറച്ച് നിങ്ങൾ പേജ് ട്രീയിൽ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾക്കൊരു കമ്പാരിസൺ സാധ്യമാവില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ കേസിലും. നമ്മൾ പല സമയത്തും പല പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ എന്താ ഉണ്ടാവുക, വർഷാവസാനം വരുമ്പോൾ നമ്മൾക്കതൊരു കമ്പാരിസണ് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഇൻഫോർമേഷൻ ആയിരിക്കില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിനൊരു ഉപയോഗം ഇല്ലാതെ വരും. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ പ്രൂഡൻസ് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മൾ പറയും. ഒരു കമ്പനി അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് 5 ലക്ഷമാണ് ഈ വർഷം പ്രോഫിറ്റ് കിട്ടിയത്, പക്ഷെ നമ്മൾ കമ്പനീനെ ഒന്നും കൂടി എന്താ പറയുക, നല്ലൊരു സിറ്റുവേഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളത് 10 ലക്ഷം ആക്കി. 10 ലക്ഷം ആക്കിയാൽ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം അല്ലേ. 5 ലക്ഷം വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടത് 1000 രൂപയാവും ഡിവിഡൻ്റ് ആയിട്ട്, പക്ഷെ 10 ലക്ഷം ആകുമ്പോൾ എന്താവും, നേരെ അതിൻ്റെ ഇരട്ടി 2000 രൂപ നിങ്ങൾ കമ്പനിയിൽ നിന്നും ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇവഞ്ച്വലി എന്താ ഉണ്ടാവണേ, നിങ്ങൾ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 10 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്ന് കാണിക്കുന്നത്, പക്ഷെ അവസാനം വരുമ്പോൾ നഷ്ടമായിരിക്കാം വരുന്നത്, കമ്പനിക്ക് തന്നെയാണ്. 5 ലക്ഷം വരുമ്പോൾ 1000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 10 ലക്ഷം വരുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് പറയുന്നത് കൺസർവേറ്റിസത്തിൽ നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് അത്ര മാത്രം കാണിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് വരാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ ഇപ്പോഴേ നിങ്ങൾ അക്കൗണ്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മളുടെ കറക്റ്റ് പ്രോഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ആ ലാഭം നിങ്ങൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യരുത്. കാരണം കിട്ടുമോ കിട്ടില്ലേന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. ലോസിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ് പറയുന്നത്. ഒരു ചെറിയൊരു സാധ്യത പോലും നിങ്ങൾക്ക് ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ആ നഷ്ടം വരാനുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിലൊരു സീക്രട്ട് റിസർവ് എന്ന് പറയുന്നുണ്ട്, അതൊന്ന് പഠിക്കണം. ദ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു അണ്ടർ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് അസെറ്റ് ഷുഡ് ബി ഡിസ്കറേജ്ഡ് ആസ് ഇറ്റ് വിൽ ലെഡ് ടു ഹിഡൻ പ്രോഫിറ്റ് കോഡ് സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിഡൻ പ്രോഫിറ്റ്സിനെയാണ് പറയുന്നത്, ഒളിഞ്ഞിരിക്കുന്ന ആ പ്രോഫിറ്റിനെയാണ് പറയുന്നത്. ചില കമ്പനീസ് എന്താ ചെയ്യുക, ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവർ പ്രോഫിറ്റ് കുറച്ച് കാണിക്കും ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട്, അതായത് ടാക്സ് കൊടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ രീതിയിലുള്ള ഗവൺമെൻറ്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരവരുടെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, അതിനെയാണ് നമ്മൾ അങ്ങനത്തെ ഹിഡൻ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീക്രട്ട് റിസർവ്സ് എന്ന് പറയുന്നത്. The concept of materiality requires that accounting should focus on material facts. Effort should not be wasted in recording and presenting facts which are immaterial in the determination of income. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്സിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി, അല്ലാണ്ട് കുറേ ഡാറ്റ അതിൽ കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് 1100 രൂപ 50 പൈസയാണെന്ന് വിചാരിക്കുക. 1100 rupees 50 പൈസയാണ് കിട്ടാനുള്ളത്. അപ്പോൾ കിട്ടാനുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, 1100 രൂപ 50 പൈസ നിങ്ങളുടെ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയും. പക്ഷേ ഇനി നമ്മളത് ഒരു റിപ്പോർട്ടായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് കൊടുക്കുകയാണ്, നമുക്ക് തരാനുള്ള എല്ലാ ഡെറ്റേഴ്സും എല്ലാ കടക്കാരും കൂടി നമുക്ക് തരാനുള്ളത് 50,000 രൂപയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ 50,000 രൂപ 75 പൈസ എന്ന് നിങ്ങൾ കൊടുക്കുമോ, അല്ലെങ്കിൽ 50,000 രൂപ 25 പൈസ നമ്മൾ കൊടുക്കുമോ? ഇല്ല. നമ്മൾ ടോട്ടലായിട്ട് എത്രയേ പറയുള്ളൂ, 50,000 rupees we have to get from all the debtors എന്നേ പറയുള്ളൂ. ടോപ്പ് മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ പൈസയുടെ കണക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആ കണക്കുകളൊന്നും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ദ മെറ്റീരിയാലിറ്റി ഓഫ് ദ ഫാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് നേച്ചർ ആൻഡ് ദി എമൗണ്ട് ഇൻവോൾവ്ഡ്. ഇനി മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് അക്കൗണ്ടൻ്റ് ആണ്. അയാളാണ് തീരുമാനിക്കേണ്ടത് ഇത് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണോ ആവശ്യമില്ലാത്തതാണോ എന്ന്. 25 പൈസ ഒരു വ്യത്യാസം ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് ആ 25 പൈസേനെ എന്തെന്ന് പറയാം? ഇമ്മെറ്റീരിയൽ എന്ന് പറയാം. അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ വേണം നമ്മളുടെ ആ ഒരു നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു ആ ഇൻഫർമേഷൻ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റിവിറ്റിയിൽ എന്താ പറയുന്നത്? നമ്മുടെ അക്കൗണ്ടൻറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ ബയസോ ഒന്നും കാരണമാവരുത് ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ? അതിനൊരു ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടായിരിക്കണം. 50,000 രൂപയുടെ ഒരു പർച്ചേസ് ചെയ്തു എന്ന് പറയാൻ അത് കാണിക്കാൻ എന്തുണ്ടായിരിക്കണം? വെറുതെ റെക്കോർഡ് ചെയ്താൽ പോരാ, അത് മേടിച്ചിട്ടുള്ള ബില്ലുകളൊക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് പ്യുവർലി ഓൺ ദി ബേസിസ് ഓഫ് ബയസ്. അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് കണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിൽ വരുന്നത്. ഓരോ കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അത് 1-2 പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ പ്രാക്ടിക്കൽസ്, അതായത് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ഓരോ കൺസെപ്റ്റും എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്